ഈ ഹിന്ദു ദർശനങ്ങളൊക്കെ ഒരു വിവരമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സഹീർ നായക്ക് എന്നൊക്കെ പറഞ്ഞ ഓരോ വിദ്വാന്മാരുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടും. 10 പൈസയുടെ വിവരമില്ലാതെ. കാരണം ഈ സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, ഈ സനാതന ധർമ്മത്തെ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയങ്ങളിൽ വേണ്ടത്ര അറിവില്ല എന്ന നല്ല തിരിച്ചറിവാണ് ഇതര മതസ്ഥർക്ക് ഇതിനെ എടുത്ത് വിമർശിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഈ അറിവ് നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ ആളുകൾക്ക് ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കില്ല. ഐൻസ്റ്റീന്റെ സൂത്രവാക്യത്തെ വിമർശിക്കാൻ ആർക്കുണ്ട് അധികാരം? ഐൻസ്റ്റീൻ രൂപകൽപ്പന ചെയ്ത് നമുക്കതിൽ ഇ എന്താണ്, എം എന്താണ് എന്നൊക്കെ നമുക്കറിയാം, നാം പഠിച്ചവരാണ്. അതുകൊണ്ട് സ്വാമി നടത്തുന്ന ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ്. ഇത് സമൂഹത്തിൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് ഓം നമോ ഭഗവതേ വാസുദേവായ? ഇതാണ് ഭാഗവതത്തിൽ നമ്മൾ നാരദർ പ്രഹ്ലാദന് ഉപദേശിക്കുന്നത്, ധ്രുവന് ഉപദേശിക്കുന്നത്. ഇതിലുപദേശങ്ങളായിട്ട് കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത്. ഇത് നിങ്ങൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് നന്നായി ചിന്ത ചെയ്യാം. ഇത് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് മന്ത്രമാണ്. എന്താണ് മന്ത്രം? മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത് ത്രായതേ എന്നാണ്. മനനത്തിലൂടെ നമ്മളെ എത്തിക്കുന്നതാണ് മന്ത്രം. ത്രായതേ എന്ന് പറഞ്ഞാൽ താരണം ചെയ്യുന്നു, കടത്തുന്നു, അപ്പുറത്തേക്ക് എത്തിക്കുന്നു എന്നതാണ് മനനത്തിലൂടെ. അപ്പൊ ഈ വാക്കുകൾ, ശബ്ദങ്ങൾ എല്ലാം തന്നെ നമ്മളെ ഒരിടത്ത് എത്തിക്കുന്നുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരം എന്ന് സ്വാമി പറയുകയേ വേണ്ടൂ. അണിനിരന്ന് നിൽക്കുന്ന ഗജവീരന്മാർ, വലിയൊരു ജനസമുദ്രം, നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ചെണ്ടമേളം എന്ന് പറയുന്നതെല്ലാം പ്രതീതമാകുകയായി തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ തൃശ്ശൂർ പൂരം എന്ന ഒരു വാക്ക് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളിൽ എന്തൊക്കെ പ്രകടമാകുന്നു ആ വാക്കുണ്ടാക്കുന്നതാണ്. ഇതുപോലെ ആന എന്ന് പറയുമ്പം നമുക്ക് കൃത്യമാണ്, മറ്റൊരു തെറ്റിദ്ധാരണയ്ക്ക് വകയില്ല. അതൊരു നായയോ പശുവോ ഒന്നുമല്ല. ആന, ഇഡലി, ഇഡലി എന്ന് പറഞ്ഞാൽ ഇഡലിയാണ് എന്ന പോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അതുപോലെ വ്യക്തത നമുക്ക് വരണം. അങ്ങനെ വരണമെങ്കിലോ മനനം ഇതിലാവശ്യമാണ്. അങ്ങനെ മനനത്തിന്, മറ്റതൊക്കെ ശബ്ദങ്ങളാണ്, മനനത്തിന്റെ ആവശ്യമില്ല. ഇത് മനനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് വലിയതാണ്. അതിനെ ക്രോഡീകരിക്കുന്നതാണ് മന്ത്രങ്ങൾ. മഹത്തായതിനെ ക്രോഡീകരിക്കുന്നത് അങ്ങനെ ഒരു മന്ത്രമാകുന്നു. അപ്പൊ എന്താ മന്ത്രം എന്ന് ചോദിച്ചാൽ ഇതാണ് മന്ത്രം. മനനത്തിന് വിധേയമാക്കേണ്ടത് ശ്രദ്ധയോടുകൂടി. ഇനി നമുക്ക് മന്ത്രത്തെ നോക്കാം. എല്ലാ മന്ത്രങ്ങളും പ്രണവത്തോടു കൂടിയാണ്. പ്രണവം ഓം എന്നത് ശബ്ദ ബ്രഹ്മം. അതുകൊണ്ട് ഇതിനെ അക്ഷരബ്രഹ്മം എന്ന് പറയും. അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം തന്നെ. ക്ഷരരഹിതം എന്നത് മറ്റൊരർത്ഥം. അതിലുപരി ആ ഉ മ എന്ന അക്ഷരങ്ങളോട് ചേർന്നത്, അതാണ് പ്രണവം. ശബ്ദബ്രഹ്മം, ഈശ്വരനെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഭാരതീയൻ ഈശ്വരനെ ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള തപോവന സ്വാമികൾ പാലക്കാടിൽ നിന്ന് ദമ്പതിമാര് സ്വാമിജിക്ക് ഗുരുവായൂരിൽ നിന്ന് പ്രസാദം അയച്ചു കൊടുക്കും. കത്തിൽ, അന്നൊക്കെ കത്തെഴുതുകയാണല്ലോ ചെയ്യുക. അപ്പൊ സ്വാമിജിക്ക് ആ ചന്ദനം, കളഭം, ഗുരുവായൂർ കളഭം, അത് കിട്ടുമ്പോൾ സ്വാമിജി അത് ഗംഗാജലം കൂട്ടി അതങ്ങനെ നെറ്റിയിൽ അങ്ങനെ വരയ്ക്കുന്നവർ. അതങ്ങനെ വരയ്ക്കുമ്പോൾ
കൃഷ്ണന്റെ ഗന്ധത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നാണ്. അതിൽ തപോവന സ്വാമികൾ എന്ന് പറഞ്ഞ സ്വാമിജിയുടെ ആ ഒരു ഉയരം വലുതാ. പ്രപഞ്ചത്തിന്റെ ആ നിയാമകന്റെ ഗന്ധം അല്ലേ? ഗുരുവായൂരിന്റെ കളഭത്തിനൊരു സവിശേഷമായ ഒരു ഗന്ധമുണ്ട്. അത് നമുക്ക് നമ്മുടെ നെറ്റിയിൽ ചാർത്തുന്ന സമയത്ത്, നമ്മൾ അത് എടുക്കുന്ന സമയത്ത് അതെന്താണ്? ഈ ജഗൻ നിയന്താവിന്റെ ഗന്ധമാണ്. അതിലെ മധുരത്തിന്, പഞ്ചസാരയ്ക്ക്, തീർത്ഥത്തിന്, അതുപോലെ തുളസിയുടെ ഗന്ധത്തിന്, ഇങ്ങനെ പല ഗന്ധങ്ങൾ വിശ്വേശ്വരന്റെ ഗന്ധമായിട്ട്, അങ്ങനെ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും ഒക്കെ ഭാരതീയൻ ഈശ്വരനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശബ്ദസ്പർശ രസരൂപ ഗന്ധമാണ് പ്രപഞ്ചാനുഭവം. അപ്പൊ ശബ്ദബ്രഹ്മം പ്രണവം ഓം എന്നത്, അത് ജപിക്കാൻ എല്ലാവരും അധികാരികളാണ്. സ്ത്രീകൾക്ക് ഓം എന്ന് ജപിക്കരുത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അത് അവരുടെ വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. അതിനൊന്നും പ്രമാണമില്ല. അവർ വായെ തോന്നി കോതയ്ക്ക് പാട്ട് എന്ന പോലെ അവരങ്ങനെ പറയുക. സ്ത്രീകൾ ഓം എന്ന് ജപിക്കരുത്, പിന്നെയോ ഓ എന്ന് പറയാം. ഓ പിന്നെ ഓ, അതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നേരെയാക്കിയ ഓം എന്നായി. ഈ ഓ എന്നുള്ളത് വന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ്. വൈദിക സംസ്കാരത്തിൽ എല്ലാറ്റിനും അനുമതി നൽകുന്നത് ഓം എന്നാണ്. ഓം എന്തിനു? ഇപ്പൊ ശബരിമല കാലമല്ലേ? നമ്മുടെ പഴയ ശരണം വിളിയിൽ അങ്ങനെ ഒരു ശരണം വിളിയുണ്ട്. എന്താണ്? സ്വാമി നിന്റെ ഗത്തോം. അപ്പൊ അവൻ തിരിച്ചു പറയുന്നതാ, അയ്യപ്പ നിന്റെ ഗത്തോം, സ്വാമി നിന്റെ ഗത്തോം, അയ്യപ്പ നിന്റെ ഗത്തോം. അതിന്ന് എന്തായി? സ്വാമി തിന്തകത്തോം, അയ്യപ്പ തിന്തകത്തോം. എന്റെ പൊന്നു സഹോദര, ഈ തിന്തകത എന്ന് പറഞ്ഞാൽ, തിന്തക എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാ? ഒന്ന് പറഞ്ഞു തരൂ. നാളെ ഇനി അയ്യപ്പ സേവാ സംഘംകാര് ഒരു എന്താ പറയാ പത്രസമ്മേളനം നടത്തി അത് തിന്തകത്വം എന്നതിന് സന്ദീപാനന്ദഗിരിക്ക് ബ്ല 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 ബ്ല. നിങ്ങൾ മാറ്റി വിളിക്കൂ ശരണം. സ്വാമി നിന്റെ ഗത്തോം, ഹേ സ്വാമി നീ പ്രണവസ്വരൂപനാണ്. അവിടെ പോയി കഴിഞ്ഞാലും അതാണ് തത്വമസി, അത് നീയാകുന്നു. എല്ലാം സ്വാമിയാണ്. എല്ലാ വിപരീതങ്ങളെയും, കല്ലും മുള്ളും കാലുക്ക് മെത്തൈ, കാലിന് വിപരീതങ്ങളൊക്കെ അത് മെത്തയാണ്. ഞങ്ങൾക്ക് വലിയ താപസന്റെ ജീവിതത്തെ ഗൃഹസ്ഥാശ്രമിക്ക് പഠിപ്പിക്കുന്നതാണ് ശബരിമല തീർത്ഥാടനം. ഇപ്പൊ അതിന്റെ സമയ. ഇപ്പൊ പ്രണവസ്വരൂപനാണ് ഞാൻ. പ്രണവസ്വരൂപനാണെങ്കിൽ നീയും പ്രണവസ്വരൂപനാണ്. ഇതെല്ലാം പ്രണവസ്വരൂപനാണ്. എല്ലാറ്റിലും വസിക്കുന്നവൻ അയ്യപ്പൻ. പമ്പാവാസനെ, കാനനവാസനെ, എവിടെയാണ് വസിക്കാത്തവ അവൻ? എല്ലായിടത്തും. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ സ്വാമിയേ, അവിടുത്തെ പ്രധാന മൂർത്തിയെ അല്ല വിളിക്കുന്നത്, സ്വാമിയേ. കാണുന്നവരെയൊക്കെ സ്വാമി, സ്വാമി സ്വാമി, ഓരംകൊടി സ്വാമി, സ്വാമി ഉക്കാരുങ്കോ സ്വാമി, സ്വാമി വരു സ്വാമി, ചിന്നസ്വാമി, പെരിയ സ്വാമി, എന്താ സ്വാമി വരി വരി, എല്ലാ സ്വാമിമാരും വരും. ഇപ്പൊ അത് വേലായുധ സ്വാമി, ചിന്നസ്വാമി, പെരിയ, എല്ലാം സ്വാമി, സർവത്ര സ്വാമി. ഗംഭീരായിട്ടുള്ളതാണ്. അപ്പൊ അതെങ്ങനെ തിന്തകതവുമായി? ആരോ വിളിച്ചു. ഇപ്പൊ എന്തായി? ഇനി അനക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി അതെന്തെങ്കിലും പറഞ്ഞാലോ അത് പ്രശ്നമാവും. എന്നാ നിങ്ങൾ പറഞ്ഞു തരൂ, തിന്തകത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതൊരു സാധനമാണ്. അതാ പമ്പയിൽ കിട്ടും. ഒരു ഗുരുസ്വാമി പറഞ്ഞു കൊടുത്ത അത് പമ്പയിൽ കിട്ടും. അത് മാലയുടെ കൂടെ ഇടുന്നതാ തിന്തകത്വം. എന്തെങ്കിലും ആവട്ടെ. നമോ ഓം പ്രണവം. നമോ. ഇന്ന് ഇന്ത്യ കേൾക്കുന്ന നമോ നിങ്ങൾക്കറിയാം. നരേന്ദ്രമോദി നമോ. ഇന്ന് നമോ എന്നാണ് വിദേശ പത്രങ്ങളൊക്കെ എന്താ പറയാ സംഗ്രഹിച്ച് അദ്ദേഹത്തെ പറയും. നമോ നമോ നമ. നമോ
നകാരം കൊണ്ട് നാരായണൻ, മകാരം കൊണ്ട് മേയം, അളക്കുന്നത്. ഒന്ന് പുരുഷൻ, നകാരം കൊണ്ട് പുരുഷനെയും മകാരം കൊണ്ട് പ്രകൃതിയെയും. പ്രകൃതിയും പുരുഷൻ. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ? സ്വർണമായിരിക്കുന്നത് പുരുഷൻ, ആഭരണമായിരിക്കുന്നത് പ്രകൃതി. ഇത്രയേ ഉള്ളൂ. രണ്ടില്ല, എന്നാൽ രണ്ടുമുണ്ട്. സ്വാമി ഇട്ടിരിക്കുന്നത് ജുബ്ബ. ജുബ്ബ എന്നത് പ്രകൃതിയാണ്. ഇതിൽ പുരുഷൻ ആരാണ്? നൂല്, കോട്ടനാണ് പുരുഷൻ. അങ്ങനെ പ്രകൃതിയും പുരുഷനും എന്ന് പറഞ്ഞാൽ രണ്ടല്ല. ജലം പുരുഷനാണ്. നുര, പത, കുമിള, തിര, സമുദ്രം, ആഴി ഇതെല്ലാം തന്നെ പ്രകൃതിയാണ്. അതായത് സ്വരൂപത്തിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതിനെയാണ് പ്രകൃതി എന്ന് പറയുക. അപ്പൊ സ്വരൂപവും സ്വഭാവവും. സ്വരൂപം പുരുഷൻ, സ്വഭാവം പ്രകൃതി. ഇതിൽ ഇനിയും ലളിതമാക്കാൻ സ്വാമിക്ക് സാധിക്കില്ല, ഇതിൽ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിനൊരു പുരുഷനുണ്ട്. ആ പുരുഷൻ മീശക്കാരനല്ല. ഈ പ്രപഞ്ചത്തിന്റെ കാരണമായി ഇരിക്കുന്നത്. എങ്ങനെ ആഭരണത്തിന് സ്വർണം കാരണമായി ഇരിക്കുന്നുവോ എന്നതുപോലെ. അതാണ് നകാരം കൊണ്ടുള്ള നാരായണൻ. മകാരം കൊണ്ട് മേയം എന്നാണ്. മേയം എന്ന് പറഞ്ഞാൽ അളന്നെടുക്കുന്നത്. അപ്രമേയം, അളക്കാൻ പറ്റാത്തത്. മേയം അളക്കാം. നമുക്ക് ഈ പ്രപഞ്ചത്തെ അളക്കാം. എങ്ങനെ അളക്കാം? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇങ്ങനെ 5 വിധത്തിൽ. അതിനാണ് നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ, സെൻസസ്. നാം കാണുന്നു, നാം കേൾക്കുന്നു, നാം രുചിക്കുന്നു, നാം സ്പർശിക്കുന്നു, നാം ഘ്രാണിക്കുന്നു. ഇതല്ലാതെ 6മതൊരനുഭവം ഇവിടെ ആർക്കുമില്ല. ഒരു മതസ്ഥനും ഒരു പ്രത്യയ ശാസ്ത്ര വിശ്വാസിക്കോ ഇല്ല. ഇതൊക്കെ വേദാന്തം ഇവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം പ്രപഞ്ച സത്യങ്ങളാണ്. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത് E=mc² എന്ന് ഐൻസ്റ്റീൻ അവതരിപ്പിച്ചതിൻ്റെ അപ്പുറത്ത് ഒരു പടി മുകളിലുള്ള അവതരണമാണ്. സയൻസ് പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സ്വാമി ഇത് പറയുന്നത്. നിങ്ങൾക്ക് തിരുത്താം സ്വാമിയെ, കാരണം മേലിലൊരു വേദിയിൽ ഇനി പറയാതിരിക്കാലോ, അതിനുവേണ്ടി. അപ്പൊ നമോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്, നകാരവും മകാരവും. ഭഗവതേ 4 അക്ഷരങ്ങൾ. ഭ എന്നാൽ ഭാസയതി. ഭാസയതി പ്രകാശിക്കുന്നു. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവം, അതാണ് പ്രകാശം. ഉണ്ട് എന്നതാണ്. അസ്ഥി, ഉണ്ട്. അസ്ഥിഭാതി പ്രിയം എന്ന് പറയും. അപ്പൊ ഉണ്ട്. ആർക്കുണ്ട്? എനിക്ക് ഈ പ്രപഞ്ചം ഉണ്ട്. ഞാൻ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. എങ്ങനെ അനുഭവിക്കുന്നു? ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു. ഇങ്ങനെ ഒരു ജീവൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ആ അവസ്ഥ, ജാഗ്രത അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു ഭ. ഭ എന്നാൽ ഭാസയതി, പ്രകാശിക്കുന്നു. എനിക്ക്. ഇതിനെ ആർക്ക് നിഷേധിക്കാൻ പറ്റും? നകാരത്തെയും മകാരത്തെയും നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ഭ എന്നതും നിഷേധിക്കാൻ സാധിക്കില്ല. ഏതൊരാൾക്കും ഈ അനുഭവമുണ്ട്. ഭ. ഗ, ഗ, ഗച്ച്, ഗമ്, പോകുന്നു. ഏത്? ഈ അനുഭവം. ഈ അനുഭവം ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പം ഈ പ്രപഞ്ചാനുഭവം എന്നിൽ നിന്ന് മായുന്നു, പോകുന്നു. ഗമ്, ഗച്ച്. എവിടേക്ക്? എവിടേക്കോ. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു ലോകത്തെ ഉണ്ടാക്കുന്നു, സ്വപ്നം. ആർക്കാ സ്വപ്നമില്ലാത്തത്? സ്വപ്നത്തിന് ഹൈന്ദവ സ്വപ്നമെന്നും ഇസ്ലാമിക സ്വപ്നമെന്നും ക്രൈസ്തവ സ്വപ്നമെന്നും കമ്മ്യൂണിസ്റ്റ് സ്വപ്നമെന്നും കോൺഗ്രസ് സ്വപ്നമെന്നും ലീഗ് സ്വപ്നമെന്നും കോൺഗ്രസിൽ വിഭാഗം തിരിഞ്ഞ് കേരള കോൺഗ്രസ് സ്വപ്നമെന്നൊന്നും ആരും പറയാറില്ല. സ്വപ്നം, സ്വപ്നം, ജാഗ്രത്, ജാഗ്രത്.
ഗ സ്വപ്നാനുഭവത്തെ, ഞാൻ സ്വപ്നം കണ്ടു, കാണുന്നു. എന്നാൽ ഈ ജാഗ്രത അവസ്ഥ പോയി മറയുന്നു, വേറൊരു അനുഭവം ഉണ്ടാകും. രണ്ടാമത്തേത്, അതാണ് എനിക്ക് മനനം ചെയ്യാനുള്ളത്. ഇത് മനനം ചെയ്യാനുള്ളതാണ്, മന്ത്രമാണ്. ഭഗ വ എന്ന് പറഞ്ഞാൽ വിലീയതേ, വിലയനം. അതെല്ലാം ഉൾവലിയുന്നു. ജാഗ്രത്വമില്ല, സ്വപ്നവുമില്ല, പിന്നെ എന്താ? ഗാഢ സുഷുപ്തി, മൂന്നാമത്തേത്. എല്ലാം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. രാവിലെ ആയാൽ നമ്മൾ പറയും, അപ്പൊ സ്വപ്നം ഉണ്ടായിരുന്നോ? അതുമില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന ആ പരമകാരണത്തിൽ അന്തർലീനമായിരിക്കുന്ന അവസ്ഥ. വിലയനം എന്ന് പറഞ്ഞാൽ അതാ. വാ വിലീയതേ. ഭഗവ തുരീയം, നാലാമത്തേത്. തുരീയം എന്ന് പറഞ്ഞാൽ നാലാമത്തേത്. അതാണ് ഈ മന്ത്രത്തിന്റെ ലക്ഷ്യാർത്ഥം. നാലാമത്തേത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജ്വല്ലറിയിൽ പോയാൽ സ്വർണം മാത്രം കാണുമ്പോൾ നിങ്ങൾ നാലാമത്തേതിലാണ്. സമുദ്രതീരത്ത് ആ കുമിളയും നുരയും പതയും ഒന്നും കാണാതെ ജലം മാത്രം കാണുമ്പോൾ നമ്മൾ നാലാമത്തേതിലാണ്. ആ നാലാമത്തേതിൽ നിന്നിട്ടാണ് ഹസ്താമലകൻ ആചാര്യസ്വാമികളോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ അഹം ബോധസ്വരൂപഃ. ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, ബ്രഹ്മചാരിയല്ല, ഗാർഹസ്ഥ്യനല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിയല്ല, അഹം ബോധസ്വരൂപഃ. ഇതാണ് നാലാമത്തേത്. ഓം നമോ ഭഗവതേ. ഇനിയുള്ളത് വാസുദേവായ. അഞ്ചെണ്ണം. വകാരം കൊണ്ട് ഗന്ധമാനയോഹോ ഭൂമൗ, ഭൂമി. ധ്യാനമായതുകൊണ്ട് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. സുസലിലം ജലം, വാസു. ദേവായ, ദേ ദ്യോതനെ പ്രകാശം, അഗ്നി. വാ വീണ്ടും വായു. ആദ്യത്തെ വാസു എന്താ പറയുക? ഭൂമി. വാ സുസലിലം ജലം, ദേ ദ്യോതനെ അഗ്നി, വായു, യം ആകാശം. ഇങ്ങനെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഭൂമി അതിൻ്റെ പരമമായ കാരണത്തിലേക്ക് ജലത്തിലേക്കും, ജലം അതിൻ്റെ കാരണമായിട്ടുള്ള അഗ്നിയിലേക്കും, അഗ്നി അതിൻ്റെ കാരണമായ വായുവിലേക്കും, വായു അതിൻ്റെ കാരണമായ ആകാശത്തിലേക്കും, ആകാശം അതിൻ്റെ കാരണമായ ആത്മാവിലേക്കും. ഏതസ്മാത് ആത്മന ആകാശസംഭൂതഃ. ആകാശാദ് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അദ്ഭ്യ പൃഥിവി, പൃഥിവ്യോരോഷധയ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷ. അപ്പൊ ഞാൻ എന്ന് പറയുന്നതിനെ ഞാൻ അങ്ങനെ വികസിപ്പിക്കുക. ഇതാണ് പാസ്വേഡ്. ഏത്? പ്രപഞ്ച ആകാരമായി തീരാനുള്ള പാസ്വേഡ്. നമ്മൾ വൈഫൈയിലൊക്കെ അത് നമ്മുടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളാകുന്ന സിസ്റ്റം, ഈ പ്രപഞ്ചമാകുന്ന ഈ ഒരു അതിൻ്റെ വലിയ മെക്കാനിസത്തിലേക്ക്, നെറ്റ്വർക്കിലേക്ക് അങ്ങോട്ട് പെയറാവുകയും അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി. ഇതാണ് സാധനം. ഇതിനെ നിഷേധിക്കാൻ കെൽപ്പുള്ള യുക്തിവാദിയും നിരീശ്വരവാദിയെയും വിളിക്കണു സ്വാമി നാളെ. ഇതേതോ ഒരു ശിവകാശി പടച്ചെടുത്ത കലണ്ടർ നോക്കി ഭാരതീയൻ പറഞ്ഞതല്ല. ഐൻസ്റ്റീന്റെ സൂത്രവാക്യം പോലെ ഋഷി പ്രപഞ്ചത്തിന്റെ സത്യത്തറിഞ്ഞനുഭവിച്ച ധ്യാനത്തിന്റെ എന്താ പറയുക, ധ്യാനാവസ്ഥിത മനസ്സിൽ താൻ കണ്ടെത്തുന്ന സത്യത്തെ കണ്ടെത്താൻ തനിക്ക് സഹായകമായതും
താൻ കണ്ടെത്തിയ സത്യത്തെ സഹചർക്ക് പകർന്നു നൽകിയ വിദ്യയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് പ്രമാണം? ഇതെല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാ മന്ത്രങ്ങളും. നമഃശിവായ എടുത്തു കഴിഞ്ഞാൽ ഭൂതങ്ങളിലെ ആകാശവും വായുവും മാറി. നമഃ ശിവായ വീണ്ടും അത് സംഗ്രഹിക്കുക. ഇങ്ങനെ വലിയ മന്ത്രങ്ങളെ വീണ്ടും സംഗ്രഹിച്ച് പ്രണവത്തിലെത്തുമ്പോൾ എല്ലാം അതിൽ കൊണ്ടു. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇത് നിങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇതൊരു പത്തരമാറ്റ് സയൻസാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഇതല്ലാതെ എന്തിനെയാണ് അനുസന്ധാനം ചെയ്യാൻ നമുക്കുള്ളത്? ഇനി എന്താ ഉള്ളത്? നിങ്ങൾ പറയൂ. പഞ്ചമഹാഭൂതങ്ങൾ, ആ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന എൻ്റെ മൂന്ന് അവസ്ഥകൾ: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം, പ്രപഞ്ച പ്രതീതിയാകുന്ന പ്രകൃതി. അതുകൊണ്ടാണ് ജഗത് എന്ന് പറയുന്നത്. ജഗത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛതി തിഷ്ഠതി, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. എന്താണ്? നാമവും രൂപവും. വേറെ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല, വേറെ ഒന്നും ഇല്ലാതെയാകുന്നുമില്ല. ഇത് വളരെ സയന്റിഫിക് ആയിട്ടാണ് ഗീത പറഞ്ഞത്. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. ഈ ഹിന്ദു ദർശനങ്ങളൊക്കെ ഒരു വിവരമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സഹീർ നായക്ക് എന്നൊക്കെ പറഞ്ഞ ഓരോ വിദ്വാന്മാരുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടും. 10 പൈസയുടെ വിവരമില്ലാതെ. കാരണം ഈ സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, ഈ സനാതന ധർമ്മത്തെ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയങ്ങളിൽ വേണ്ടത്ര അറിവില്ല എന്ന നല്ല തിരിച്ചറിവാണ് ഇതര മതസ്ഥർക്ക് ഇതിനെ എടുത്ത് വിമർശിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഈ അറിവ് നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ ആളുകൾക്ക് ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കില്ല. ഐൻസ്റ്റീൻ്റെ സൂത്രവാക്യത്തെ വിമർശിക്കാൻ ആർക്കുണ്ട് അധികാരം? ഐൻസ്റ്റീൻ രൂപകൽപ്പന ചെയ്ത് നമുക്കതിൽ ഇ എന്താണ്, എം എന്താണ് എന്നൊക്കെ നമുക്കറിയാം, നാം പഠിച്ചവരാണ്. അതുകൊണ്ട് സ്വാമി നടത്തുന്ന ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ്. ഇത് സമൂഹത്തിൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ അറിവ് നിങ്ങൾക്ക് ഭാഗവത സപ്താഹത്തിൽ കിട്ടില്ല എന്ന് സ്വാമിക്ക് നല്ല അറിവ്. കാരണം നമ്മൾ ഭാഗവത സപ്താഹം ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് തിരിച്ച് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് ആ കാശികാനന്ദഗിരി മഹാരാജ, നമുക്ക് സന്യാസം തന്നിട്ടുള്ള സ്വാമിജി, കൂടുതൽ അറിയാൻ. അതുകൊണ്ട് എന്നും നമുക്ക് വലിയൊരു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് എന്താ, ദ്വാദശ ദർശനാചാര്യനാണ്. കിട്ടും ഭാഗവതം. ഇവിടെ ഭാഗവതം, സ്വാമിജിയുടെ ഭാഗവതം നല്ല മലയാളത്തിലുണ്ട്. മേടിച്ചിരുന്ന് കുത്തിയിരുന്ന് വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതാണ് സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ എന്ന് പറയുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സച്ചിദാനന്ദ രൂപായ, സച്ചിത് ആനന്ദം, അസ്ഥി ഭാതി പ്രിയം. സത് എന്ന് പറഞ്ഞാൽ അസ്ഥി, ഉണ്മ, എക്സിസ്റ്റൻസ്. ചിത് അതിൻ്റെ പ്രകാശം, അത് അതിൻ്റെ ഉണ്മയെ പ്രകടിപ്പിക്കുന്നു. പ്രിയം നമുക്ക് പ്രിയപ്പെട്ടതാണ്. സച്ചിദാനന്ദ രൂപായ, ഇതാണ് അതിൻ്റെ രൂപം. അതേസമയം വിശ്വോത്പത്യാദിഹേതവേ, വിശ്വത്തിൻ്റെ ഉത്പത്തി, ഉണ്ടാകൽ, നിലനിൽപ്പ്, ഇല്ലാതെയാകൽ. എവിടെയാണ് ഇത് ഉണ്ടാകുന്നത്, എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്, എവിടേക്കാണ് ഇത് വിലയിക്കുന്നത്?
അതിൻ്റെ ഹേതു കാരണം വിശ്വോത്പത്യാദി ഹേതവേ. ഇതറിയുമ്പോഴോ താപത്രയ വിനാശായ, ഈ താപത്രയങ്ങൾ ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മിക, അതിനായിക്കൊണ്ട് ഞാൻ കൃഷ്ണനെ നമിക്കുന്നു. ശ്രീകൃഷ്ണായ വയം നുമ, ഞങ്ങൾ, ഞാനല്ല ഞങ്ങൾ, അതുകൊണ്ട് നുമ. ഈ വയം നമ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അതാണ് വലിയ കുഴപ്പം. സംസ്കൃതത്തിൻ്റെ ABCD അറിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. അതെങ്ങനെ ഈ നുമ, അത് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അത് ഈ അക്ഷര മിസ്റ്റേക്കാണ്, അത് നമ അങ്ങോട്ട് വായിച്ചാൽ മതി എന്നാ. അപ്പം എന്തുകൊണ്ട് നുമ? അത് വയമാണ്, ഞങ്ങൾ എന്ന് വരുമ്പോൾ നുമ വരും. അതുകൊണ്ട് ഈ ഗുരുസ്തോത്രമൊക്കെ ചൊല്ലുമ്പോൾ ഗുരവേ നമ എന്ന, ഗുരവേ എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയിൽ, സംസ്കൃത ടീച്ചർ ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്, ചതുർത്ഥിയിൽ ആയിക്കൊണ്ട് ചതുർത്ഥീജ, ഗുരുവിനായിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഗുരവേ എന്നാണ്. അപ്പം ചില മുറി ഗുരുക്കന്മാർ പറയും ഗുരുവേ എന്നാണ്, അത് അക്ഷര മിസ്റ്റേക്ക്, അതുകൊണ്ട് ഗുരുവേ നമ. അത് തെറ്റാണ്. അപ്പം സന്ദർഭത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ശ്രീകൃഷ്ണായ വയം നുമ, ആ ഭഗവാനായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം. വയം എന്ന് പറയുമ്പം നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം. അതിൽ ഞാൻ മാത്രമല്ല, ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധിയാണ് താൻ. താൻ വേറിട്ടവനാകുമ്പം ഞാൻ മാത്രമാവും. അവിടെയാ നമസ്കാരത്തിന് പോലും എന്തുണ്ട്, ആ ഒരു സാർവലൗകികതയുണ്ട് എന്ന് പറയും. അമ്മാ, ഇത് നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വളരെ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പം ഇതാണ് നമോ ഭഗവതേ വാസുദേവായ. ഇത് നന്നായി, ഇത് മുഴുവൻ ശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ അക്ഷരത്തിൽ നിൽക്കും. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വേണ്ടി ചെറിയ തുണ്ട് കടലാസിൽ കൃഷ്ണം കഷ്ണം കഷ്ണം എഴുതി കൊണ്ടുപോവില്ലേ, അതുപോലെ അതൊക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ. അത്ര ആ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഇവിടെ വിസ്തരിച്ച് പുസ്തകം മുഴുവൻ കൊണ്ടുപോവില്ലല്ലോ. ഈ ഷർട്ടിൻ്റെ ഈ സൈഡിൽ സ്വാമിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഉണ്ട്. കൈയിൻ്റെ ഇവിടെ സൈഡിൽ പെട്ടെന്ന് നോക്കിയാൽ പിടിക്കാത്തടത്ത് പലയിടത്തും ഇറുക്കിയിട്ടും ഒക്കെ വെച്ചിട്ട് ഈ വിരലിൻ്റെ ഇടയിലാണ് പേപ്പർ മടക്കിയൊക്കെ വെക്കുക. എന്തിനാ? ചെറിയ കഷ്ണം കിട്ടിയാൽ മതി, അപ്പോൾ ഓർമ്മ വരും ബാക്കിയൊക്കെ. പ്രപഞ്ച രഹസ്യം മുഴുവൻ പറഞ്ഞു തന്നിരിക്കുക. ഇനി ഇതങ്ങോട്ട് ഉരുക്കഴിക്കുക എന്നുള്ളതാ. നമോ ഭഗവതേ വാസുദേവായ.